everyone, welcome back. Hope you are doing good and great. So ഇന്നൊരു ഡോണറ്റ് മേക്കിംഗ് വീഡിയോ ആണ്. അപ്പം ഞാൻ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഡോണറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം റെസിപ്പിയും കാര്യങ്ങളൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാമെന്ന്. സോ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കപ്പ് പാലാണ്. അതിലേക്ക് ഞാൻ ഒരു എഗ്ഗ് കൂടി പൊട്ടിച്ച് വെച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. നമ്മൾ വീട്ടിൽ തന്നെയുള്ള അല്ലറച്ചില്ലറ കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് ഡോണറ്റ് ഉണ്ടാക്കാം. അപ്പം ഞാൻ ആദ്യമായിട്ട് ഡോണറ്റ് ഉണ്ടാക്കുന്നത് എൻ്റെ ഇച്ചാൻ്റെ ഗ്രൂം ട്യൂബിക്കാണ്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഫ്ലോപ്പ് ആയിരുന്നില്ല, നല്ല സക്സസ് ആയിരുന്നു. നമുക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ല, നമുക്ക് ഡോണറ്റ് ഉണ്ടാക്കണം. അപ്പം ഞാൻ ഈ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 ടീസ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇട്ട സാധനങ്ങൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഡോണറ്റ്. അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഇല്ല ഗൈസ്, ഉണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു ടേസ്റ്റൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിക്സ്ചർ നമുക്ക് ഒരു 5 മിനിറ്റ് ക്ലോസ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മുടെ ആ ഒരു മിക്സ്ചറിലേക്ക് നമുക്ക് 2.5 കപ്പ് ഫ്ലോർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പാലെടുത്ത് അതേ ഒരു കപ്പിൽ തന്നെയാണ് മൈദപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിത് കുഴക്കുന്ന സമയത്ത് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളത് മറക്കാൻ വേണ്ടി പാടില്ല, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ ബാറ്റർ കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു 1 hour ക്ലോസ് ചെയ്ത് വെക്കാം. നമ്മുടെ ഡോ 2ആയിട്ട് ഇരട്ടിക്കുന്നത് വരെ നമ്മളത് ക്ലോസ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് അത്ര പെർഫെക്റ്റ് റെസിപ്പിയും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തന്നേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന സമയത്ത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഡോ പരത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ മൈദപ്പൊടി വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നുള്ളത്. ചപ്പാത്തിൻ്റെ കോയിലോ പൈപ്പിൻ്റെ കോയിലോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കാം. ഒരു സൈഡ് നല്ല തിക്കും ഒരു സൈഡ് നല്ല തിന്നും, അങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വറുത്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൻ്റെ ലിഡ് വെച്ചാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഷേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള സൈസ് വെച്ചിട്ടുള്ള ഷേപ്പറിനോട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ അത്യാവശ്യം നന്ന വലുതുമല്ല നന്ന ചെറുതല്ലാത്തൊരു സൈസാണ് എടുക്കുന്നത്, ഒരു മീഡിയം സൈസ്. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സെൻറ്ററിലുള്ള ഒരു പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുപ്പിനെ മൂടിയാണ് എടുക്കുന്നത്. എൻ്റെ കയ്യിൽ കട്ടറും കാര്യങ്ങളൊന്നും ഇല്ല, ഷേപ്പറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്ത സമയത്ത് എൻ്റെ നന്ന തിന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നന്ന തിന്നുമല്ല നന്ന തിക്കുമല്ലാത്ത രീതിയിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ബാക്കി ഡോവും കൂടെ ഞാൻ ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. എനിക്ക് ഇത്ര ഡോണറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ പൊരിച്ചെടുക്കലാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ചൂടുള്ള എണ്ണയിൽ ഇട്ടിട്ട് തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആകുന്ന സമയത്ത് തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. നന്ന ബ്രൗൺ ഷെയ്ഡ് ആവാൻ വേണ്ടി നിൽക്കരുത്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഉണ്ടാകുമ്പോൾ തന്നെ മാറ്റാം. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഇത്താത്താൻ്റെ വീട്ടിൽ നിന്നാണ്. ഞാൻ സ്കൂളിൽ ഓണം വെക്കേഷൻ്റെ സമയത്ത് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഫോണും ടിവിയും കാര്യങ്ങളൊക്കെ നോക്കി ബോറടിച്ചിരുന്ന സമയത്ത് അവരുടെ ഡോണറ്റിന് വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഡോണറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ സജഷൻസ് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.